നമസ്കാരം. കേരളത്തിന്റെ സ്വന്തം ജനകീയ വാർത്താ മണിക്കൂർ പൊതുജനം കഴുതയിലസ് എന്ന പരിപാടിയിലേക്ക് ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ജനകീയ വിഷയങ്ങളിലേക്ക് 24 നേരിട്ട് ഇടപെടുകയാണ്. നിങ്ങളുടെ നാട്ടിലെ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം, അത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ആ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണ്ടതെങ്കിൽ ആ നിലയ്ക്ക് നീങ്ങുകയും ചെയ്യും. ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 048428300510. ആ നമ്പർ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്. 048428300510. നമ്മളിന്ന് ആരംഭിക്കുന്നത് അടിമാലിയിലെ മറിയക്കുട്ടിയുടെ ആ വാർത്തയിൽ നിന്നാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് എതിരെ ഇടുക്കി അടിമാലിയിലെ 78 വയസ്സുകാരി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ രൂക്ഷമായി ഹൈക്കോടതി ഇന്ന് വിമർശിച്ചു. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂവെന്ന് കോടതി വ്യക്തമാക്കി. ആഘോഷങ്ങൾക്കും മറ്റും ചെലവാക്കാൻ സർക്കാരിന് പണമുണ്ടല്ലോ എന്നും കോടതിയുടെ ചോദ്യം. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. അടിമാലിയിൽ പിച്ചച്ചട്ടിയെടുത്ത സർക്കാരിനെ വട്ടം കറക്കിയ മറിയക്കുട്ടി അവിടം കൊണ്ടും നിർത്തിയില്ല. ഇത്തവണ കേസും കൂട്ടവുമായി എത്തിയത് ഹൈക്കോടതിയിൽ. പരിഗണിച്ചതാകട്ടെ സാക്ഷാൽ ദേവൻ രാമചന്ദ്രനും. വിധവാ പെൻഷൻ കുടിശ്ശിക വിഷയത്തിൽ അതിരൂക്ഷ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. 78 വയസ്സുള്ള സ്ത്രീയാണ് ഹർജിക്കാരിയെന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഓർമ്മപ്പെടുത്തൽ. ക്രിസ്മസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാനാകില്ല. 1600 രൂപയല്ലേ ചോദിക്കുന്നുള്ളൂവെന്നും മറിയക്കുട്ടിയുടെ പരാതി ആര് കേൾക്കുമെന്നും കോടതിയുടെ ചോദ്യം. കേന്ദ്ര സർക്കാർ വിഹിതം കിട്ടിയില്ലെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ന്യായീകരിച്ചു. മറിയക്കുട്ടിക്ക് വേറെ വരുമാനമൊന്നുമില്ലെന്നായിരുന്നു അവരുടെ അഭിഭാഷകന്റെ പ്രതിരോധം. പാപ്പരാണെന്ന് സർക്കാർ കൈമലർത്തിയെങ്കിലും വിടാൻ ഒരുക്കമായിരുന്നില്ല ഹൈക്കോടതി. ചോദ്യങ്ങൾക്കുമേൽ ചോദ്യങ്ങളുമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ അഭിഭാഷകനെ നേരിട്ടു. കോടതി പൗരനൊപ്പമാണെന്നും തുറന്നടിച്ചു. ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി കർശന നിലപാടെടുത്തു. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ. ആഘോഷങ്ങൾക്കും മറ്റും പണം ചിലവഴിക്കാൻ സർക്കാരിന്റെ കൈവശമുണ്ട്. 1600 രൂപ സർക്കാരിന് ഒന്നുമല്ലായിരിക്കും. എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണ്. ക്രിസ്മസ് സീസണാണെന്ന് ഓർക്കണമെന്നും സർക്കാരിന് മറിയക്കുട്ടി VIP അല്ലെങ്കിലും കോടതിക്ക് അങ്ങനെയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. പിന്നാലെ ഹൈക്കോടതി ഇടപെടലിന് നന്ദി പറഞ്ഞ മറിയക്കുട്ടിയും രംഗത്തെത്തി. അതേസമയം പണം എന്ന് നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ നാളെ ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മജിസ്ട്രേറ്റ് മറിയക്കുട്ടി വിടാൻ ഭാവമില്ല. സർക്കാർ പെൻഷൻ നൽകിയില്ലെങ്കിൽ മറിയക്കുട്ടിക്ക് ചെലവിന് നൽകണമെന്ന് കോടതിയും. നാളത്തെ ദിനം സർക്കാരിന് നിർണായകം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നമ്മളങ്ങനെ ഈ പരിപാടി ആരംഭിച്ചു. മറിയക്കുട്ടിയെക്കുറിച്ച് പറഞ്ഞതേയുള്ളൂ. യൂട്യൂബിൽ കമന്റുകൾ വന്നു തുടങ്ങി. മറിയക്കുട്ടി ഒരു വ്യക്തിയല്ല, ഒരു ജനതയുടെ ശബ്ദമാണ് എന്നുള്ള തരത്തിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സർക്കാരിന് ഈ വിഷയത്തിൽ ഇനി നാളെ മറുപടി പറയേണ്ടി വരും. പൊതുജനങ്ങൾ ഇന്ന് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടു, എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കാം. പ്രതികരണങ്ങളിലേക്ക്. പെൻഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് ആഘോഷങ്ങൾക്ക് ചിലവാക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. വയസ്സായി ആരെയും ഉപദ്രവിക്കാതെ പോകും. ഒരു സർക്കാരിൻ്റെ ദയവാണ് അത് തരുന്നത്. പക്ഷെ നമുക്ക് ഇതിനും കിട്ടിയില്ല. മാസം തോറും ഞങ്ങൾക്ക് കിട്ടിയ അത്രയും ഉപകാരം. ആരെയും ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ 3 മാസം ഒത്ത് കിട്ടിയോണ്ട് ഒരു കാര്യമില്ല. മാസം തോറും കിട്ടിയെങ്കിലേ അത് പ്രയോജനമുള്ളൂ. മരുന്ന് വാങ്ങിക്കാനായാലും എന്താ ആവശ്യങ്ങളായാലും സർക്കാരിൻ്റെ പരിപാടിയാണ്. അത് സർക്കാർ നടത്തും. അതിൻ്റെ ഒപ്പം ക്ഷേമ പെൻഷനും കൊടുക്കണം, എല്ലാം കൊടുക്കണം. ഹൈക്കോടതി അങ്ങനെ പറഞ്ഞെങ്കിലും സർക്കാർ അത് കൊടുക്കും. ഈ പെൻഷൻ കൂട്ടി ചെയ്തണം ഈ ഗവൺമെൻറ്റാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല വേറൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ആർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ ആർപ്പാടൊന്നുമില്ല. സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഗവൺമെൻറ്റാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ഷേമ പെൻഷൻ അത് അർഹരായിട്ടുള്ളവർക്ക് കൊടുക്കണമെന്നാണ് ഒരു എൻ്റെ അഭിപ്രായം. കോടതി കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറിയക്കുട്ടി മാത്രമല്ല, മറിയക്കുട്ടിയുടെ
പോലെ തന്നെ പലരും ഉണ്ട് ഇതിനെ മാത്രം ആശ്രയിച്ച് കാത്ത് കിടക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ക്രിസ്മസിനെങ്കിലും എന്തെങ്കിലും ഒരു കേക്ക് മേടിച്ച് കഴിക്കാൻ വേണ്ടിയുള്ളൊരു പൈസ കൊടുക്കണം എന്നാണ് ഒരു സാധാരണക്കാരുടെ നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. അങ്ങനെ പ്രേക്ഷക പ്രതികരണങ്ങൾ അവസാനിക്കുന്നില്ല. ജോസ്വിൻ ജോസഫ് പറയുന്ന എല്ലാ മാസവും പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരമേറ്റവർ ഇപ്പോൾ അത് ഓർക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ സർക്കാരിൻ്റെ വാഗ്ദാനം ചൂണ്ടിക്കാണിച്ചുള്ള വിമർശനമാണ്. മറിയക്കുട്ടി സൂപ്പറാണെന്ന് മുജീബ് ഒറ്റാലിയുടെ പ്രതികരണം വരുന്നു. മറിയക്കുട്ടി പുലി എന്നാണ് സുരേഷ് AP പറയുന്ന പ്രതികരണം. ഇങ്ങനെ മറിയക്കുട്ടിയുടെ ജീവന് Z കാറ്റഗറി സുരക്ഷ വേണം, പ്രതിഷേധ സാധ്യതയുണ്ട് എന്നാണ് ഒരു അക്കൗണ്ടിൽ നിന്ന് വരുന്ന പ്രതികരണം. അങ്ങനെ മറിയക്കുട്ടി ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരു വ്യക്തിയായി തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഈ വിധി കൂടി പുറത്തു വരുമ്പോൾ സർക്കാർ നാളെ എന്തു മറുപടി നൽകും ഈ വിഷയത്തിൽ എന്നത് നാളെ കണ്ടറിയുകയും ചെയ്യാം. നമ്മൾ ഇനി പോകുന്നത് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അത് ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഒളിമ്പിക് മെഡൽ ജേതാവിന് തന്നെ തൻ്റെ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു റെസ്ലിംഗ് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ എന്നുള്ളതാണ്. ഗുസ്തി കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാക്ഷി മലിക്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി സഞ്ജയ് കുമാറിനെ തെരഞ്ഞെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ വൈകാരിക പ്രഖ്യാപനം. പരാതി നൽകിയ താരങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് ബജ്രംഗ് പൂനിയ പറഞ്ഞു. പുതിയ നേതൃത്വത്തിന് കീഴിലും തങ്ങൾ സുരക്ഷിതർ ആണെന്ന് കരുതുന്നില്ല എന്നായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ പ്രതികരണം. കഴിഞ്ഞ ഏപ്രിൽ 23 ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട സാക്ഷി മാലിക്കും വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും രാജ്യതലസ്ഥാനത്ത് രാപ്പകൽ സമരം ആരംഭിച്ചത്. ആരോപണ വിധേയനായ ബ്രിജ്ഭൂഷണെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. കേന്ദ്ര കായിക മന്ത്രിയുടെ ഉറപ്പിന്മേലായിരുന്നു താരങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറിയത്. ഒടുവിൽ ഇന്നു നടന്ന ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷന്റെ അനുയായി സഞ്ജയ് സിംഗ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെയാണ് ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ഏറെ വൈകാരികമായ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. अगर प्रेसिडेंट ब्रिजभूषण जैसे आदमी जैसा ही रहता है, उसका बिल्कुल सहयोगी है, उसका बिजनेस पार्टनर है, वो अगर इस फेडरेशन में रहेगा तो मैं अपनी कुश्ती को त्यागती हूँ और मैं आज के बाद कभी भी आपको वहाँ नहीं दिखूंगा. കാലിൽ ധരിച്ചിരുന്ന ബൂട്ടെടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചു. കായിക മന്ത്രി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് താരങ്ങൾ ആവർത്തിച്ചു. बड़े दुख के साथ कहना पड़ रहा है ये आज कि हमारी बेटियों को न्याय, मुझे नहीं लगता कि 1-2 पीढ़ी के जो अब आने वाली पीढ़ी है उनको भी लड़ाई लड़नी पड़ेगी जब भी न्याय हो सकता है. ब्रिजभूषण का राइट हैंड है, उसके बेटे से भी ज़्यादा खास है. उसको प्रेसिडेंट में आना मतलब आने वाली लड़कियों का जो भविष्य है उनको फिर से शोषण का शिकार होना पड़ेगा और जो चीज़ें पर्दे के पीछे होती आई हैं वो अब खुले में होगा. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും ഗുസ്തി താരങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഗുസ്തി താരങ്ങൾ ഡൽഹിയിൽ നടത്തിയ സമരതരംഗം രാജ്യമാകെയാണ് അലയടിച്ചത്. താരങ്ങൾ ആവർത്തിച്ചാവശ്യപ്പെടുന്നത് സ്ഥാനങ്ങളല്ല, മറിച്ച് ലഭിക്കേണ്ട നീതിയാണ്. അച്യുതൻ, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. രാജ്യത്തിന്റെ കായിക മേഖലയെ തന്നെ രാജ്യത്ത് തന്നെ പിടിച്ചുലച്ച വിവാദമായിരുന്നു ഗുസ്തി ഫെഡറേഷൻ താരങ്ങളുടെ ഈ ലൈംഗിക ആരോപണം. ഫെഡറേഷൻ അധ്യക്ഷൻ, അദ്ദേഹം അന്ന് അധ്യക്ഷനായിരുന്നു, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെയായിരുന്നു ഈ ലൈംഗിക ആരോപണം. ഗുസ്തി താരങ്ങൾ ഇതുമായി ആദ്യം രംഗത്തെത്തിയത് ഈ വർഷം ജനുവരിയിലായിരുന്നു. വർഷങ്ങളായി ബ്രിജ്ഭൂഷൺ പീഡിപ്പിക്കുകയാണെന്നും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുമായിരുന്നു താരങ്ങളുടെ ആവശ്യം. അന്തർദേശീയ തലത്തിൽ വരെ പിന്നീട് ഇത് ചർച്ചയായി. ആ വിവാദത്തിന്റെ നാൾവഴികളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. രാജ്യത്തെ കായിക ചരിത്രത്തിൽ മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്കാണ് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം വഴിവെച്ചത്. ഗുസ്തി ഫെഡറേഷനൊപ്പം കേന്ദ്ര സർക്കാരിനെയും സമരം സമ്മർദ്ദത്തിലാക്കി. വർഷങ്ങളായി ബ്രിജ്ഭൂഷൺ പീഡിപ്പിക്കുന്നുവെന്നും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയം വിശദീകരണം തേടി. തുടർന്ന് കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂറുമായി ഗുസ്തി താരങ്ങൾ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല. കഴിഞ്ഞ ജനുവരി 20 മേരി കോമിന്റെ കീഴിൽ 7-അംഗ സമിതി രൂപീകരിച്ചു. പിന്നാലെ അന്വേഷണം നടത്തുമെന്ന അനുരാഗ് ഠാക്കൂറിന്റെ ഉറപ്പിന്മേൽ ഗുസ്തി താരങ്ങൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. എന്നാൽ തൊട്ടുപിന്നാലെ ആരോപണം നിഷേധിച്ച് ഗുസ്തി ഫെഡറേഷൻ രംഗത്തെത്തി. 7-അംഗ സമിതിയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെഡറേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമസിനെ സസ്പെൻഡ് ചെയ്തു. ഏപ്രിൽ 16 ഫെഡറേഷനിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മത്സരത്തിനില്ലെന്ന് ബ്രിജ്ഭൂഷൺ അറിയിച്ചു. ഇതിനു പിന്നാലെ പ്രായപൂർത്തിയാകാത്ത താരം ഉൾപ്പെടെ 7 പേർ ബ്രിജ്ഭൂഷണെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് ആരോപണമുയർന്നു. ഗുസ്തി താരങ്ങളായ ബജ്രംഗ് പൂനിയ, വിനേഷ് ഫോഗട്ട്,
സാക്ഷി മാലിക് തുടങ്ങിയവർ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചു. ബ്രിജ്ഭൂഷണെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ സുപ്രീംകോടതിയെ സമീപിച്ചു. വിഷയം സുപ്രീംകോടതിയിലെത്തിയതോടെ ഒളിമ്പിക് കമ്മിറ്റി അന്വേഷണത്തിന് സമിതിയെ രൂപീകരിച്ചു. ഏപ്രിൽ അവസാനത്തോടെ സമരത്തിന് പിന്തുണയറിയിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ രംഗത്തെത്തി. സമരപ്പന്തലിലെത്തിയ പി.ടി. ഉഷയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് താരങ്ങൾ ഉയർത്തിയത്. പുതിയ പാർലമെന്റ് ഉദ്ഘാടന ദിവസം ഇന്ത്യ ഗേറ്റിലേക്ക് മാർച്ച് നടത്തിയ താരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മെയ് 30 രാജ്യത്തിനായി മത്സരിച്ച് നേടിയ മെഡലുകൾ ഗംഗയിലൊഴുക്കി പ്രതിഷേധിക്കാൻ താരങ്ങൾ തീരുമാനിച്ചെങ്കിലും ആരോപണ വിധേയനായ ബ്രിജ്ഭൂഷണെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ 8 മാസത്തിനു ശേഷം നടന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും നീതി ലഭിച്ചിട്ടില്ലെന്ന് കണ്ണീരോടെ പറഞ്ഞാണ് ഇതിഹാസ തുല്യമായ കരിയർ ഗുസ്തി താരം സാക്ഷി മാലിക് അവസാനിപ്പിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. സാക്ഷി മാലിക് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് കായിക മേഖലയിൽ ദുഃഖം പടർത്തുന്നുണ്ട്. അതുപോലെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പുഷ്പ അൽഫോൺസ് ഒക്കെ സാക്ഷി മാലിക് കളമൊഴിയുന്നതുമായി ബന്ധപ്പെട്ട വേദന അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറിയക്കുട്ടി സൂപ്പർ എന്നുള്ള ഒട്ടേറെ പ്രതികരണങ്ങൾ നേരത്തെ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിന് നേരെ വിപരീത സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതിലും അവശത അനുഭവിക്കുന്നവരും ഈ സർക്കാരിന് ഒരുപോലെയാണ്. ഈ കീഴ്വഴക്കം ഉണ്ടാക്കിയതാണ് പിശക്. മുകളിൽ നിന്ന് കിട്ടേണ്ടതിനെ പറ്റി പറയുന്നില്ല. ക്ഷേമ പെൻഷൻ കേന്ദ്ര ഗവൺമെന്റ് എത്ര കൊടുക്കുന്നു, എത്ര പേർക്ക് കൊടുക്കുന്നു എന്നുകൂടി ചോദിക്കൂ എന്നിങ്ങനെ വിജയന്റെ പ്രതികരണം. അങ്ങനെ ആ വിഷയത്തിൽ അവരവരുടെ രാഷ്ട്രീയ താല്പര്യത്തെ മുൻനിർത്തി പ്രേക്ഷകർ ഇപ്പോഴും സജീവമായി തന്നെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 3 ജവാന്മാർക്ക് വീരമൃത്യു എന്ന വാർത്ത വരുന്നു. 3 സൈനികർക്ക് പരിക്കേറ്റു. സൈനിക വാഹനം ആക്രമിച്ചത് സുരൻകോട്ടെ മേഖലയിൽ വെച്ചാണ്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. നിതിൻ, തുടർച്ചയായി ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു മേഖലയാണല്ലോ ഇത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സൈന്യം പങ്കുവച്ചിരിക്കുന്നത്. 3 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുകയാണ്. രജൌരിയിലെ തന്നവണ്ടി മേഖലയിൽ വെച്ച് 2 സൈനിക വാഹനങ്ങൾക്ക് നേരെയാണ് ഭീകരരുടെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് 3 സൈനികർ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. മേഖലയിൽ ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട് എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംയുക്ത ഓപ്പറേഷൻ ഇപ്പോൾ മേഖലയിൽ തുടരുന്നുണ്ട്. കൂടുതൽ സേനാംഗങ്ങൾ ഈ മേഖലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ സംയുക്ത ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് പതിഞ്ഞിരുന്ന ഭീകരർ സൈനിക വാഹനത്തിന് നേരെ വെടിയുതിർത്തത്. ഈ വെടിവയ്പ്പിലാണ്, ഈ ഭീകരാക്രമണത്തിലാണ് 3 സൈനികർ വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ സൈന്യം തിരിച്ചടിക്കുകയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടെ ഇത് 2ാമത്തെ ഭീകരാക്രമണമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ഉന്മേഷ്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. 3 സൈനികർക്കാണ് പൂഞ്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു. അവിടെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ജനകീയ വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ഉടനടി പരിഹാരം സാധ്യമാക്കുകയാണ് 24. നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുന്നു. ഉത്തരം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് തൃശൂരിലെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബസ് സ്റ്റാൻഡ് ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡും ചോർന്നൊലിക്കുന്ന കെട്ടിടവും നവീകരിക്കാൻ നടപടി ഉണ്ടാകുമോ എന്ന യാത്രക്കാരുടെ ചോദ്യത്തിനാണ് ഇന്ന് ഉത്തരം തേടുന്നത്. വിള്ളൽ വീണ തൂണുകളിൽ തീർത്ത മേൽക്കൂരയിലാണ് ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ ഇന്നത്തെ നിൽപ്പ്. മഴയൊന്നു കനത്തു പെയ്താൽ സ്റ്റാൻഡിനകം ചെളിക്കുളമാകും. പിന്നെ യാത്രക്കാരും ബസ് ജീവനക്കാരും ഒരുപോലെ വലയും. ഈ സ്റ്റാൻഡ് അപ്പുറത്ത് കുഴപ്പമില്ല, ഇപ്പുറത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പ്രശ്നം നമുക്ക് വൺപ തെറ്റാതെ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി തരിക, ചെളി തെറിക്കാത്ത സംവിധാനം ഉണ്ടാക്കി തരിക, അത്രമാത്രം നമ്മളെ ഇതുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. സ്റ്റാൻഡ് നന്നാക്കേണ്ട കാര്യം ആവശ്യമല്ല. സ്റ്റാൻഡായാലും റോഡായാലും നമുക്ക് റോഡ് നന്നാക്കുന്ന കാര്യം എപ്പോഴും നല്ല കാര്യം തന്നെയാണ്. ബസ് സ്റ്റാൻഡിനകം ടാർ ചെയ്ത് കുഴികളടക്കണമെന്ന് ബസ് ജീവനക്കാർ ഉൾപ്പെടെ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണ്. താൽക്കാലികമായി കുറച്ചു ഭാഗം ടാർ ചെയ്തെങ്കിലും ഇന്നും കുഴികൾ പൂർണ്ണമായും അടയ്ക്കാനായിട്ടില്ല. ഇതോടെ കുണ്ടിലും കുഴിയിലും വീണ ബസ്സുകൾ ഉൾപ്പെടെ കേടാകുന്നതും പതിവ് സംഭവമാണ്. കാലപ്പഴക്കം നേരിടുന്ന കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു. ഒരു കാലത്ത് പ്രൗഢിയോടെ കണ്ടിരുന്ന ബസ് സ്റ്റാൻഡാണ് ഇന്ന് അപകടം പതിയിരിക്കുന്ന ഇടമായി മാറിയിരിക്കുന്നത്.
ആധുനിക രീതിയിൽ ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്ന ആവശ്യമാണ് യാത്രക്കാരും ബസ് തൊഴിലാളികളും ഒരുപോലെ ഉയർത്തുന്നത്. 24 തൃശൂർ. അപ്പോൾ തൃശ്ശൂരിലെ ശക്തൻ സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥ, ഈ ചോദ്യങ്ങളോട് നമ്മൾ ഉത്തരം തേടുന്നത് തൃശൂർ മേയർ MK വർഗീസിനോടാണ്. യാത്രക്കാരുടെ ദുരിതത്തിന് ഉടൻ അറുതി ഉണ്ടാകും എന്നാണ് അദ്ദേഹം 24നോട് പറഞ്ഞത്. ബസ് സ്റ്റാൻഡ് നവീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും മേയർ അറിയിച്ചു. ശക്തൻ സ്റ്റാൻഡിനെ കുറിച്ച് ഒരു പദ്ധതി നമ്മൾ ഓൾറെഡി കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ ആഗ്രഹിക്കുന്നത് ഒരു വലിയ മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് നമ്മൾ PPP പദ്ധതി പ്രകാരം ഈ സംരംഭം എങ്ങനെ നടക്കാം എന്നതിന് ആലോചന നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പലരും അവരൊരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടത്തി തരാവുന്ന ഒരവസ്ഥയുണ്ട്. 500 കോടി രൂപയുടെ ഒരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തുകൊണ്ട് അതിൻ്റെ മാസ്റ്റർ പ്ലാനും മറ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ള പരാതി ഉയരുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളടക്കം നമ്മൾ പരിശോധിക്കും വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും പൊതുജനം കഴുതേല സർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയിലേക്ക് കടക്കുന്നു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളോ വഴിവിളക്കുകളോ ഇല്ലാത്തതുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. റോഡ് മുറിച്ച് കടക്കുന്നവരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. 15 ദിവസത്തിനിടെ 10-ലേറെ അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായി. മണിക്കൂറുകളുടെ ഇടവേളയിലുണ്ടായ 3 അപകട മരണങ്ങൾ. അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു നാട്. വീണ്ടും ചോര കൊണ്ട് കുതിരുകയാണ് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത. വെള്ളിയാഴ്ച രാത്രി ചുവന്ന മണ്ണിലുണ്ടായ അപകടത്തിൽ കാൽനട യാത്രികനായ രാഘവൻ മരിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇരുമ്പുപാലത്ത് വച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ ജോർജും. രാത്രി 7:30 മുടിക്കോടുണ്ടായ അപകടത്തിൽ കാൽനട യാത്രികയായ തങ്കമ്മയും. 3 ജീവനാണ് മണിക്കൂറുകളുടെ ഇടവേളയിൽ പൊലിഞ്ഞത്. ഒരാഴ്ചക്കിടെ 10-ലേറെ വലിയ അപകടങ്ങളാണ് ദേശീയപാതയിൽ ഉണ്ടായത്. ദേശീയപാത അതോറിറ്റി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും കാരണമെന്ന് വ്യാപക പരാതിയുണ്ട്. തങ്ങളുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം ഇനി ആർക്കും ഉണ്ടാകരുതെന്ന് ചുവന്ന മണ്ണിൽ അപകടത്തിൽ മരിച്ച രാഘവന്റെ കുടുംബം പറയുന്നു. ഇവിടെ കുറേ ആൾക്കാരായി ഇങ്ങനെ അപകടത്തിൽ പെടുന്നത്. ഇതിന് അധികാരികൾ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഇവിടെ എന്നാലും ഒരു മേൽപ്പാല അല്ലെങ്കിൽ ഒരു നടപ്പാത എന്തെങ്കിലുമൊക്കെ വേണ്ടതാണ്. അതിന് പിന്നെ വേണ്ടത്ര വെളിച്ചില്ല ഇവിടെ, അല്ലെങ്കിൽ ഒരു സിഗ്നൽ സംവിധാനം ഒന്നും ഇവിടെ ഇല്ല. രാത്രിയിൽ അപകടമുണ്ടായ ഇടങ്ങളിലെല്ലാം വെളിച്ചക്കുറവ് പ്രധാന പ്രശ്നമായിരുന്നു. 6-വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ പാതയ്ക്കിരുവശവും വെളിച്ചം സജ്ജമാക്കണമെന്ന കരാർ ഇതുവരെയും പാലിച്ചിട്ടില്ല. നിലവിൽ അവർ കരാറിൽ പണ്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാവരുടെയും വഴിവിളക്ക് വേണമെന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു സ്ഥലത്തും കാണില്ല. ആ കൂടി ആ പട്ടിക്കാട് മാത്രമേ ഉള്ളൂ, വാണിയമ്പാറയും മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്തും വഴിവിളക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. മിക്കവാറും അപകടങ്ങൾ നടക്കുന്ന ഈ രാത്രിയൊക്കെ ലേഡീസൊക്കെ ബസ് ഇറങ്ങി അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ വഴിവിളക്കും ഇല്ല. പിന്നെ കുറേ പോരായ്മകളും റോഡിൻ്റെ പോരായ്മകളും ഉണ്ട്. ദേശീയപാതയിൽ വാഹനങ്ങളുടെ അനധികൃത നിർത്തിയിടൽ കാരണമുണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. അപകടങ്ങൾ കുറയ്ക്കാൻ അടിപ്പാത നിർമ്മിക്കുന്നതിനുള്ള അനുമതിയായെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഒപ്പം പാതയുടെ ഇരുവശം സർവീസ് റോഡുകൾ നിർമ്മിക്കാത്തതും അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നു. ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളിലൂടെ ഈ പാതയിലെ അപകടങ്ങൾ ഒഴിവാക്കിയേ തീരൂ. ഇനിയും ചോര കൊണ്ട് കലുഷിതമാക്കരുത് ഇവിടം. അടിയന്തര ഇടപെടൽ ഉണ്ടായേ തീരൂ. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. എന്താണ് അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിക്കാൻ കാരണമെന്നതാണ് ചോദ്യം. ദേശീയപാത അതോറിറ്റി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതാണ് കൂടുതൽ അപകടങ്ങൾക്കും കാരണമെന്നുള്ള വ്യാപക പരാതി ഇപ്പോൾ ഉയരുന്നുണ്ട്. രാത്രിയിൽ അപകടമുണ്ടായ ഇടങ്ങളിലെല്ലാം വെളിച്ചക്കുറവ് ഒരു പ്രധാന പ്രശ്നവുമാണ്. നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും പാതയ്ക്കിരുവശവും ലൈറ്റുകൾ സജ്ജമാക്കണമെന്ന കരാർ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്.
ഇവിടെ പ്രത്യേകിച്ച് സേഫ്റ്റിയുടെ വലിയൊരു പ്രശ്നമുണ്ട്. സേഫ്റ്റിയുടെ ആളുകൾ വളരെ കെയർലെസ് ആണ്. ഒരു വണ്ടി തിരിച്ചു വിടുമ്പോൾ അതിന് എത്ര ഡിസ്റ്റൻസിൽ എത്ര സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ എത്ര മുമ്പ് അതിന് പ്രിക്കോഷൻസ് കൊടുക്കണം അതൊന്നും അവർക്ക് അറിയില്ലായിട്ടല്ല, അവർ വളരെ കെയർലെസ്സാണ്. കൊമ്പടയിൽ ഒരു പെൺകുട്ടീനെ വണ്ടി ഇടിച്ച് മരിച്ചു. ആ പെൺകുട്ടി മരിച്ചപ്പോൾ അതിന് സ്കൂളിന് മുമ്പിലേക്ക് അമ്മ കടത്തി വിടാൻ പോവുക, മനസ്സിലായ? അതിനകത്ത് അന്ന് കൗശികം വന്ന് പറഞ്ഞ് ഫ്ലൈ ഓവർ ഉണ്ടാക്കുന്നു. വാണിയമ്പാറ ഒരു തള്ളേനെ ഇനിയാന്ന് വണ്ടി ഇടിച്ച് കഴിഞ്ഞ ആഴ്ച വണ്ടി ഇടിച്ച് മരിച്ചു. ഇന്നലെ ഒരാളെ വണ്ടി ഇടിച്ച് മരിച്ചു. ഇവരെന്താ കലക്ടർമാരും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കൗശികൻ എന്ന് പറഞ്ഞ കലക്ടറെ ആദ്യം പിടിച്ചിട്ട് സസ്പെൻഡ് ചെയ്യണം. ഇവിടെ എത്ര ആൾക്കാരെ മരിക്കണേ, എത്ര ആൾക്കാരെ മരിച്ചപ്പോൾ എത്ര ആൾക്കാർക്ക് അപകടം പറ്റി. ഒരു സർവീസുള്ള മേൽപ്പാലമില്ല, ഒന്നുമില്ല. ഇവിടെ റോഡ് നിങ്ങൾ തുറന്നിട്ടേക്കുക. അടിപൊളിയായിട്ട് വണ്ടി വരണേ, 10, 100, 120, 200 മൈൽ സ്പീഡിലുള്ള വണ്ടി വരണേ. തൽക്കാലം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഒരു മേൽപ്പാലം പോലെ കയറി അപ്പുറത്തേക്ക് പാസ് ചെയ്യാവുന്ന സംവിധാനം ഉണ്ടാക്കി തരികയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരമായി. ഒലിഞ്ഞു പോകുന്ന കുറേ ജീവൻ ഇനിയും നിലനിൽക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഉപകാരപ്രദമായ എന്തെങ്കിലും നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ വളരെ ഉപകാരകരമായിരിക്കും. അപ്പോൾ അക്കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. ദേശീയപാത അതോറിറ്റി ഇടപെട്ട് അതുണ്ടാക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത റിപ്പോർട്ട് കൊച്ചിയിൽ നിന്നാണ്, തോപ്പുംപടിയിൽ നിന്നാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നു. പലരും ഈ മറിയക്കുട്ടി വാർത്തയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ പെൻഷൻ കിട്ടാത്ത കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. തുടർച്ചയായി 9 മാസമായി എൽഡർ ലൈൻ ജീവനക്കാർക്ക് സാമൂഹ്യനീതി വകുപ്പ് സാലറി നൽകിയിട്ട് എന്നാണ് ആദം ജോൺ ചൂണ്ടിക്കാണിക്കുന്നത്. ഓണത്തിന് കിട്ടിയില്ല, ഇപ്പോൾ ക്രിസ്മസിനും ഇല്ല. ഇതാണ് നിലവിലെ അവസ്ഥ. ഇതിനൊക്കെ മാറ്റം ഉണ്ടാകണം എന്നുള്ള തരത്തിൽ ചോദ്യങ്ങളുണ്ട്. മറിയക്കുട്ടിയെ അനുകൂലിച്ചുകൊണ്ടും മറിയക്കുട്ടിയെ പ്രതികൂലിച്ചുകൊണ്ടുമുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ട് യൂട്യൂബിൽ. കൊച്ചി തോപ്പുംപടി ഹാർബർ നവീകരണം വൈകുന്നതിനെതിരെ 2ാം ഘട്ട സമരം ആരംഭിച്ചിരിക്കുകയാണ് ഹാർബർ സംരക്ഷണ മുന്നണി. നിർമ്മാണ പ്രവൃത്തികൾ എന്ന് തുടങ്ങും എന്ന ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരമില്ല. നവീകരണം നിലച്ചതോടെ മത്സ്യത്തൊഴിലാളികളാകട്ടെ പ്രതിസന്ധിയിലാണ്. മോഹന വാഗ്ദാനങ്ങൾ നൽകിയവരെല്ലാം പറഞ്ഞു പറ്റിച്ചു കൊച്ചിയിലെ ഈ മത്സ്യത്തൊഴിലാളികളെ. പരമാവധി വാതിലുകൾ ചെന്നുമുട്ടി, ഫലമുണ്ടായില്ല. ഇതിനു പിന്നാലെയാണ് ഇവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 140 കോടിയുടെ ഹാർബർ നവീകരണ പദ്ധതികൾ. മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ 1.5 വർഷത്തിനിപ്പുറവും പ്രഖ്യാപനം വെള്ളത്തിലെ വര പോലെയായി. തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മൗനത്തിൽ. ചർച്ചയ്ക്ക് പോലും ചെയർമാൻ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. ഒരു തരത്തിലും അവർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആദ്യം തന്നെ പോർട്ട് ട്രസ്റ്റ് ചെയർമാനോട് ഉപരോധ സമരത്തിന് മുമ്പ്, ഒട്ടേറെ സമരങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കത്ത് കൊടുത്തതാണ്. അതിനെപ്പറ്റി ആദ്യം ചർച്ച ചെയ്തില്ല. ഉപരോധം നടക്കുമ്പോൾ ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞെങ്കിലും 2 മണിയായപ്പോൾ പറഞ്ഞ് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു, വിളിച്ചില്ല. അതിനുശേഷം നമ്മൾ ഒരു കത്ത് കൊടുത്തു, ചർച്ച ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഇത്തരം വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് പോകുന്നവർ യാതൊരു മറുപടിയില്ല. കാത്തിരിപ്പിന്റെ സീമകൾ ലംഘിക്കപ്പെട്ടതോടെ പരസ്യ പ്രതിഷേധത്തിന് അവർ തയ്യാറായി. അപ്പോഴും അതിരുവിട്ടില്ല. എന്നാൽ ഇനിയും ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറുമെന്നും ഹാർബർ സംരക്ഷണ സമിതി ഓർമ്മിപ്പിക്കുന്നു. CME പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മന്ത്രിയായിട്ട് കോൺട്രാക്ടറായിട്ട് ചർച്ച നടത്തിയിരുന്നത്. ആ ചർച്ചയുടെ ഭാഗം എന്താന്ന് പറഞ്ഞപ്പോൾ അത് ഒന്നും അവിടെ ഇവിടെ തൊടാത്ത രീതിയിലാണ് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഈ വർക്ക് നടക്കാൻ സാധ്യതയില്ല ഇപ്പം ഇന്നത്തെ സിറ്റുവേഷന്. ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു. വലിയ മത്സ്യബന്ധന യാനങ്ങൾ അടുപ്പിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ പലരും. മനം മയക്കുന്ന പ്രഖ്യാപനങ്ങൾ നടപ്പാക്കിയില്ലെങ്കിലും പരാതിയില്ല. പക്ഷേ ഹാർബറിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചവരാണ് അവരുടെ അടിസ്ഥാന സൗകര്യത്തിനു വേണ്ടി തെരുവിലിറങ്ങി പോരാടുന്നത്. ഇക്കാഴ്ച കണ്ടില്ലെന്ന് നടിക്കരുത്. 140 കോടിയുടെ പദ്ധതികൾ നടത്തിക്കൊടുത്തില്ലെങ്കിലും ചെറിയ വികസന പ്രവർത്തനങ്ങളിലും ഹാർബറിൽ നടത്തണം. അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലാകും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇവിടെയും നവീകരണം ആരംഭിക്കുമ്പോൾ ഒട്ടേറെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് തോപ്പുംപടി ഫിഷറീസ് ഹാർബറിനെ ഉയർത്തുമെന്ന് വാഗ്ദാനമുണ്ടായിരുന്നു. പകുതി ഭാഗത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് ഈ വാഗ്ദാനം നൽകിയാണ്. എന്നാൽ നിർമ്മാണം വൈകിയതോടെ കരാർ കമ്പനിയും പോർട്ട് അതോറിറ്റിയും ഇപ്പോൾ പരസ്പരം പഴിചാരുകയാണ്. കടുത്ത അമർഷമുണ്ട് തൊഴിലാളികൾക്ക്. പ്രതികരണങ്ങൾ കേൾക്കാം. നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള സ്വകാര്യവൽക്കരണവും അതേപോലെ തന്നെ നവീകരണവും ബന്ധപ്പെട്ടിട്ട് അന്താരാഷ്ട്ര ലെവലിലുള്ള ഹാർബറാണ് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതല്ല ആവശ്യം. ഹാർബറിൽ ബോട്ട് പിടിക്കാനുള്ള ട്രെഡിങ് സംവിധാനങ്ങൾ, വണ്ടികൾ പിടിക്കാനുള്ള സഞ്ചാരയോഗ്യമായ റോഡുകൾ, ബെർത്തുകൾ കച്ചവടം ചെയ്യാനുള്ള അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണം. ഹാർബറിന്റെ നവീകരണ ഭാഗമായിട്ട്
കോടിക്കണക്കിന് രൂപ 140, 167 കോടി രൂപ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടും ഇതൊക്കെ പൊളിച്ച് ഇട്ടല്ലാണ്ട് ഈ ട്രക്കിങ് നടത്തല്ലാണ്ട് ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല. ചെയർമാന്റെ അനാസ്ഥയാണ് വളരെ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് 2ാം ഘട്ട സമരം നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 200-300 ബോട്ടുകൾ നടക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 50-40 ബോട്ടുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടിസ്ഥാനത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കോട്ടുകൊച്ചി, പട്ടാഞ്ചേരി, പള്ളൂർത്തി മേഖലയിലുള്ള പാവപ്പെട്ട തൊഴിലാളികളാണ് ഈ ആർമണ്ടാത്തിൽ നടത്തുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പട്ടിണിയുടെ ഭാഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തോപ്പുംപടി ഹാർബറിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകട്ടെ. എത്രയും വേഗം നവീകരണ പ്രവർത്തികൾ വീണ്ടും ആരംഭിക്കട്ടെ. അങ്ങനെ കരുതാം. നമ്മൾ ഈ വാർത്ത അധികൃതരെ അറിയിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കോട്ടയം 3 നിലവിലേക്കാണ്. അവിടെ നരിമറ്റം 5 കുടിയാറിൽ റോഡ് തകർന്നതോടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. 15 വർഷത്തിലധികമായി ടാറിംഗ് നടത്താത്ത റൂട്ടിൽ ബസ് സർവീസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതോടെ വിദ്യാർത്ഥികളും ജോലിക്കാരും അടക്കം ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. മൂന്നിലവ് പഞ്ചായത്തിലെ 5-6 വാർഡുകളിലൂടെയാണ് നരിമറ്റം 5 കുടിയാർ വെള്ളറ റോഡ് കടന്നു പോകുന്നത്. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ ശക്തമായ മഴയിൽ ടാറിംഗ് പൂർണ്ണമായും ഒലിച്ചുപോയി. ഉരുളൻ കല്ലുകൾ മാത്രം നിറഞ്ഞ റോഡിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. മരണപ്പെട്ടവരുടെ മൃതദേഹം പോലും വീട്ടിലെത്തിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെ വേദനയിലാണ് നാട്ടുകാർ. റോഡ് ഇത്രയും മോശമായതുകൊണ്ട് വളരെ വിഷമിച്ച അമ്മ ആശുപത്രി കൊണ്ടുപോയി. മരിച്ചു വന്നപ്പോൾ വെള്ളത്തോടെ പോയി വീട്ടിലെത്തിക്കാൻ സാധിച്ചുള്ളൂ. അല്ലാതെ ആംബുലൻസ് കയറി വരികയല്ലായിരുന്നു. ചോദിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞപ്പോഴത്തും പറഞ്ഞു ഓണം കഴിഞ്ഞ് ചെയ്യും എന്ന് പറഞ്ഞു. അതിനുമ്പാട്ട് പറഞ്ഞപ്പോഴത്തും പറഞ്ഞു അടുത്ത ആഴ്ച ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു റോഡ് ക്ലിയർ ആയിട്ടില്ല, പണി നടന്നിട്ടുമില്ല. അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. വിളിക്കുന്ന ഓട്ടോറിക്ഷക്കാരെല്ലാം സംഗതി ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, റോഡ് പോയി കിടക്കാമെന്നാണ് പറഞ്ഞത്. പൈസ കിട്ടിയില്ല എന്നുള്ളൂ. അതുപോലെ 2-3 ഓട്ടോറിക്ഷക്കാർ മാത്രം വിളിച്ച സംഗതി നാട്ടുകാരുള്ള സ്നേഹത്തിൻ്റെ പേരിൽ വരുന്നതാണ്. 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പിന്നോക്ക വിഭാഗക്കാരുടെ കോളനിയും ഈ റൂട്ടിലാണ്. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ബസ് സർവീസ് കുറഞ്ഞതോടെ വിദ്യാർത്ഥികളും ജോലിക്കാരും രാവിലെയും വൈകുന്നേരങ്ങളിലും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലം ഓട്ടോറിക്ഷകളും വരാൻ തയ്യാറാകുന്നില്ല. MLA ഫണ്ടും പഞ്ചായത്തിൻ്റെ വിഹിതവും റോഡിനായി അനുവദിച്ചെങ്കിലും പണികൾ അനന്തമായി നീളുകയാണ്. സ്ഥിരം കേട്ടുമടുത്ത വാഗ്ദാനങ്ങൾക്കപ്പുറം കാൽനട യാത്രയെങ്കിലും സാധ്യമാകുന്ന തരത്തിൽ റോഡ് നന്നാക്കി ലഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എബിൻ ജോസ്, 24, കോട്ടയം. പൊതുജനം കഴുതയല്ല സാർ. 15 വർഷത്തിലധികമായി ടാറിംഗ് നടന്നില്ല എന്ന് കേൾക്കുമ്പോൾ 3 നിലവിലെ പ്രാദേശിക ഭരണകൂടം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള സംശയം ബാക്കിയാകുന്നുണ്ട്. തകർന്ന റോഡിലൂടെ യാത്ര ചെയ്തു മടുത്തു എന്നാണ് ജനങ്ങൾ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. വണ്ടിക്ക് എന്നും മിക്കവാറും പണി തന്നെയാണ്. വണ്ടിക്ക് ഗിയർ ബോക്സിൻ്റെ പണി പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. കാരണം ഓടിയാൽ ഒന്നും കിട്ടാനില്ലാത്ത അവസ്ഥ. പിന്നെ നമ്മൾ എന്താ പറയുക, 90% സേവനം ചെയ്യുവാണ്. അല്ല നമുക്ക് 10 കിലോ അരി മേടിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന, റേഷൻ മേടിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നവരെ വന്ന് ഓട്ടം വിളിക്കുമ്പോൾ സാധാരണക്കാരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റ് തൊഴിലിൽ ഏർപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ സുഗമമായി യാത്ര ചെയ്യുന്നതിനോ ബസ് വന്ന് പോകുന്നതിനൊക്കെ ഇപ്പോൾ ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ തടസ്സമായി നിൽക്കുകയാണ്. അത് ഇവിടുത്തെ രോഗികളെയും സ്ഥിരം യാത്ര ചെയ്യുന്നവരൊക്കെ അവരുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഞാൻ രാവിലെ തൊട്ട് പണിയാൻ പോകുന്ന ആളാണ്. ഇപ്പം വൈകുന്നേരം വരുന്ന രാവിലെ ഇതിലെ കയറി വരാൻ പല പ്രാവശ്യം വീണിട്ടുണ്ട്. സ്കൂട്ടറാണ് എനിക്കുള്ളത്. ഒരു തരത്തിൽ ഈ റോഡേ പോകത്തില്ല. പല പ്രാവശ്യം ഇവിടെ താഴെ വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പണിയും കഴിഞ്ഞ് വന്നാലും ഇവിടെ നിന്നുള്ള കുഞ്ഞു കുട്ടികൾ പോലും പോകാനും ബുദ്ധിമുട്ടാണ്. ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് എടുത്തോണ്ട് പോയി ഞങ്ങൾക്ക് ഈ വഴിയെ കൊണ്ടുപോകാൻ ഒരു അവസ്ഥ ഇല്ല. ഞങ്ങൾക്ക് രാവിലെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ് ഇല്ല. പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോഴത്തേന് അവിടെ പള്ളിക്കാലം വരെ വണ്ടിയുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒത്തിരി വീട്ടിലോട്ട് നടക്കണം. അങ്ങനെ 3 നിലവ് പഞ്ചായത്തിൽ ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി എന്നാണ് പറയുന്നത്. അധികാരികളുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ വിഷയം കൊണ്ടുവരികയാണ്. ജനങ്ങളുടെ ഈ ദുരിതത്തിന് പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഇടവേളയിലേക്ക് കടക്കും.
കേരളത്തിന്റെ സ്വന്തം ജനകീയ ജനാധിപത്യ മണിക്കൂറിലേക്ക് പൊതുജനം കഴുതിൽ എന്ന പരിപാടിക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഒരു അഭിമാന നേട്ടം സംബന്ധിച്ച വാർത്ത വരുന്നുണ്ട്. സഞ്ജു സാംസണ് സെഞ്ചുറി എന്നുള്ള വാർത്ത വരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിനത്തിലാണ് ഇപ്പോൾ സഞ്ജു ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 110 പന്തിൽ സെഞ്ചുറി തികച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിമർശകർക്ക് മറുപടി നൽകുകയാണ് സഞ്ജു സാംസൺ. വന്യമൃഗശല്യം രൂക്ഷമായതോടെ ഭീതിയിലാണ് കോഴിക്കോടിന്റെ മലയോര മേഖല. ആനയും പുലിയും ഉൾപ്പെടെയുള്ള ജീവികൾ ജീവനും സ്വത്തിനും ഭീഷണിയാകുമ്പോൾ വനംവകുപ്പ് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കർഷകർ. സന്ധ്യയായാൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വന്യജീവി ശല്യം രൂക്ഷമായതോടെ കന്നുകാലി വളർത്തലിനൊപ്പം മറ്റു കൃഷികളും ചെയ്യാനാവാത്ത അവസ്ഥയാണ്. പകല് നീലക്കോയിന്റെ ശല്യമാണ്. ഈ നീലക്കോയികളെ ആട്ടി ഓടിച്ചില്ല എന്ന് വെക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഒരു കണ്ട ഒന്നായിട്ട് ഇത് അടിവേരുകളൊക്കെ കൊത്തിപ്പറിച്ച് അതിന്റെ കരിമ്പ് തിന്നിട്ട് നശിപ്പിച്ച് കളയാണ്. അപ്പോൾ അതിനെ പകല് ഞങ്ങൾ കാവൽ വെക്കുകയാണ്. ഇപ്പം രാത്രിയിൽ പന്നി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പന്നി ഒന്നാകെ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷി ഉണ്ടാക്കിയാൽ പിന്നെ രാത്രിയിൽ വന്ന് കാവലിരിക്കാനുള്ള പ്രയാസം കൂടി മനസ്സിലാക്കുന്നതിലപ്പുറം ഈ കാവലിന് വരുന്ന കർഷകന് ജീവന് പോലും ഒരു സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ്. വിലത്തകർച്ചയ്ക്കൊപ്പം വന്യമൃഗശല്യം കൂടിയായതോടെ കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം നയിക്കുന്നവർ ദുരിതത്തിലായി. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയാണ് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത്. കാട്ടാനയും കാട്ടുപന്നിയും കുരങ്ങുമെല്ലാം ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു. പുലിയുടെ സാന്നിധ്യം കൂടിയായതോടെ താമരശ്ശേരി പേരാമ്പ്ര മേഖലയിലെ ജീവിതം ദുസ്സഹമാണ്. താമരശ്ശേരി ചുരത്തിൽ കണ്ടിരിക്കുന്ന കടുവയുടെ സാന്നിധ്യം അറിഞ്ഞിരിക്കുന്ന പ്രദേശത്ത് അടിയന്തരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. വനത്തിന് പുറത്തിറങ്ങുന്ന കാട്ടുമൃഗങ്ങൾക്ക് ഒരു പരിരക്ഷയും കൊടുക്കരുത്, അതിനെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണമെന്നാണ് കർഷക കോൺഗ്രസിന്റെ ആവശ്യം. പെരുമണ്ണാമൊഴി റിസർവ് വനത്തോട് ചേർന്ന് കിടക്കുന്ന മുതുകാട്, ചെങ്കോട്ടക്കൊല്ലി, ആലമ്പാറ, കൂത്താളി, ചെമ്പനോട തുടങ്ങിയ പ്രദേശങ്ങളിലും ശല്യം രൂക്ഷമാണ്. തെങ്ങ്, കമുക്, വാഴ, കപ്പ, ചേമ്പ്, ചേന തുടങ്ങിയവ നശിപ്പിക്കുന്നതിലൂടെ ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത്. അർഹമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കർഷകർ. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാൻ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കിടങ്ങുകൾ തീർത്തും വൈദ്യുതി വേലി സ്ഥാപിച്ചും തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. വയനാട്ടിലെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അവിടെ പ്രതീഷ് എന്ന ക്ഷീര കർഷകനെ കടുവ കൊന്നു തിന്നത്. വനാതിർത്തികൾ കഴിയുന്ന കുടുംബങ്ങൾ ഭീതിയോടെയാണ് ഓരോ ദിനവും തള്ളി നീക്കുന്നത്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയാൻ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ജനങ്ങൾ. പ്രതികരണങ്ങളിലേക്ക്. ഇതിന് കൃത്യമായിട്ടുള്ള വേർതിരിക്കുന്ന ശക്തമായ വേലിയും സംവിധാനവും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ വകവരുത്താനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് കൊടുക്കുകയും വേണം. അത് ഈ നാട്ടിൽ മാത്രമല്ല, ലോകത്തുള്ള വിദേശ രാജ്യങ്ങൾ മുഴുവനുള്ള കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തും കേരള സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കിക്കൂടാ? ഒരു ഏക്കർ കണക്കിന് കാർഷിക മേഖലയിലുള്ള തെങ്ങും മറ്റും വലിച്ച് ഉലച്ച് ചാടുന്ന തരത്തിൽ കാട്ടാനയുടെ ആക്രമണം നടക്കുകയാണ്. അതിനെയൊന്നും ഒരു തരത്തിലും അത് ശ്രദ്ധിക്കാൻ ഇന്നത്തെ സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് നാട്ടുകാരെ ശല്യം ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട രീതിയിലുള്ള അവരുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിയായിട്ടുള്ളത് സർക്കാരാണ്. ആ സർക്കാർ തന്നെ അതിൻ്റെ 100% അത് നിറവേറ്റിയേ പറ്റൂ. അപ്പോൾ അതാണ് കോഴിക്കോട്ടെ സ്ഥിതിയെങ്കിൽ ഇനി മലപ്പുറത്തേക്കാണ്. അവിടെ നിലമ്പൂർ തേൾപ്പാറ മേഖലയിൽ കരടി ഭീതിയാണ്. ഒരാഴ്ചക്കുള്ളിൽ 100-ലേറെ തേനീച്ചപ്പെട്ടികൾ കരടികൾ നശിപ്പിച്ചു. പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാട്ടാന, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യത്തിന് പുറമെ കരടി ഭീഷണി കൂടി ഉയർന്നതോടെ പ്രാണഭീതിയിലാണ് മലപ്പുറത്തിൻ്റെ മലയോര മേഖലയിലെ നിവാസികൾ കഴിയുന്നത്. കൃഷി മാത്രമല്ല, ജീവനും ഭീഷണിയിലാണ്. നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ തേൾപ്പാറ, TK കോളനി, ഒളറവട്ടം, ആന്റണിക്കാട് ഭാഗങ്ങളിലാണ് കരടി ശല്യം രൂക്ഷം. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കരടി കൃഷിയിടത്തിലെ തെൻപെട്ടികൾ തകർത്ത് തേൻ കുടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിന് മുന്നിലേക്ക് കരടി ചാടി. തലനാരിഴക്കാണ് അപകടം ഒഴിവായത്. കർഷകർ കരടിയെ പേടിച്ച് തെൻപെട്ടികളൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ കരടിയെ പിടികൂടുകയോ ഇവിടെ നിന്ന് തുരത്തുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന കരടികൾ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് അവർ ചെയ്യാറുള്ള നടപടികളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതുന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും സ്ഥലം സന്ദർശിക്കുകയും ആ കരടിയെ
മയക്കുവെടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വനംവകുപ്പ് നിലവിൽ 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രികാല പെട്രോളിംഗും നടത്തി വരുന്നുണ്ട്. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തി. വന്യമൃഗശല്യത്തിനെതിരെ ജനകീയ സമിതിയുടെ ഒരു പ്രതിഷേധ മാർച്ചാണ് ഇവിടെ സംഘടിപ്പിച്ചത്. DFO സ്ഥലം സന്ദർശിക്കാമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് കരടിയെ പിടികൂടാമെന്നും വനപാലകർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. വന്യജീവി ആക്രമണം തടയണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. വന്യജീവികൾ ഇറങ്ങുമ്പോൾ കൂട് സ്ഥാപിക്കുകയോ താൽക്കാലിക പരിഹാരമുണ്ടാക്കുകയോ അല്ല വേണ്ടത്. ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. അല്ലെങ്കിൽ കർഷകരുടെ ജീവിതം താളം തെറ്റും. സമീർ ബിൻ കരീം, 24, മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. എത്ര നാളിങ്ങനെ ഭീതിയോടെ കഴിയുമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. പ്രതികരണങ്ങൾ കാണാം. തേൽപ്പാറ, പൊട്ടിക്കല്ല്, അതുപോലെ TK കോളനി പ്രദേശത്ത് കരടിയുടെ ഒരു 4-5 ദിവസമായിട്ട് കരടിയുടെ ശല്യം കാരണം ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. രാത്രിയായി കഴിഞ്ഞാൽ ബൈക്കിൽ പോകുന്ന ആളുകളുടെ നേർക്ക് കരടി റോഡിലേക്ക് ചാടുക, അതുപോലെ അവിടുന്ന് ഇവിടുന്ന് കണ്ടു എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് വാർത്തകളും കാര്യങ്ങളും പല സ്ഥലത്തുനിന്നായി വരുന്നുണ്ട്. ഞങ്ങൾ വെറും ഒരു പൊട്ടന്മാരല്ല, കാരണം കഴുതകളായിട്ട് ഞങ്ങൾ പൊതുജനത്തെ കാണരുത്. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ വരാ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനെങ്കിലും അവിടെ എത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ കരടി എന്ന വന്യമൃഗത്തെ എത്രയും പെട്ടെന്ന് അതിനെ പിടിക്കാനുള്ള സാഹചര്യം അധികാരികൾ, പ്രത്യേകിച്ച് ഫോറസ്റ്റ് അധികാരികളുണ്ട്, അതിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവർ കൈക്കൊള്ളണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എൻ്റെ തന്നെ 10-40 വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഫോറസ്റ്റുകാരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുപോയി അവരെ സൈറ്റ് കൊണ്ടുപോയി കാണിച്ച് അവർ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. ഞാൻ അക്ഷയയിൽ പോയി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പേടിച്ച് തന്നെ കഴിയുന്ന ബുദ്ധിമുട്ട്. വൈകുന്നേരമായ ഞാനും ടാപ്പിങ്ങിന് പോണ വഴിക്കൊക്കെ കാണും, പൂക്കും തോട്ടന്ന് പേടിച്ച് പിന്നെ ഞാൻ തീയൊക്കെ ഇട്ടിട്ടാണ് പെട്ടത്. ഇനി നമ്മൾ പതിവ് സെഗ്മെന്റിലേക്ക് കടക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളുടെ വസ്തുതയിലേക്ക്. വ്യാജൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിൽ കേരള ഗവർണറെ അനുകൂലിച്ച് നടത്തിയ പ്രസ്താവന വിവാദമായിരിക്കുകയാണ്. ഇതിനിടെ K. സുധാകരൻ പഴയ RSS പ്രവർത്തകനാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പഴയ പത്രക്കട്ടിംഗ് പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥയിലേക്ക്. പഴയ മലയാള മനോരമ ദിനപത്രത്തിന്റെ 1-ാം പേജാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. എന്നെ ജയിപ്പിച്ചത് RSSകാരാണെന്ന് സുധാകരൻ പറഞ്ഞതായാണ് വാർത്ത പ്രചരിപ്പിക്കുന്നവർ അവകാശപ്പെടുന്നത്. CPM പേജുകളിലും പ്രൊഫൈലുകളിലും വാർത്ത ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. 24ന്റെ ഫാക്ട് ചെക്ക് ടീം നടത്തിയ പരിശോധനയിൽ ഈ പത്രക്കട്ടിംഗ് വ്യാജമാണെന്ന് തെളിഞ്ഞു. പത്രത്തിന്റെ തലക്കെട്ട് വ്യാജമായി എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാം. മനോരമ തലക്കെട്ടുകളിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാറില്ല. തലക്കെട്ട് പ്രത്യേകം എഡിറ്റ് ചെയ്ത് ചേർത്തപ്പോൾ ആവശ്യത്തിലേറെ അകലം പാലിച്ചിരിക്കുന്നതും കാണാം. എന്നെ ജയിപ്പിച്ചത് RSSകാർ എന്ന് K. സുധാകരൻ പ്രസ്താവിച്ചതായുള്ള തലക്കെട്ടിലും വാർത്തയുടെ ഉള്ളടക്കത്തിലും കാണുന്ന ഫോണ്ടും 2 തരത്തിലുള്ളതാണ്. വാർത്ത വ്യാജമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. വിമർശകർക്ക് മറുപടിയുമായി സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3-ാം ഏകദിനത്തിൽ മലയാളി താരത്തിന് സെഞ്ചുറി. വിവരങ്ങളുമായി ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗീസ് പീറ്റർ ചേരുന്നുണ്ട്. ഗീസ്, അഭിമാന നേട്ടമാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. മലയാളി താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മലയാളി താരത്തിൻ്റെ ആദ്യ സെഞ്ചുറിയാണ്. അത് സഞ്ജു സാംസൺ, മലയാളികളുടെ പ്രിയതാരമായ സഞ്ജു സാംസൺ സ്വന്തമാക്കിയിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3-ാം പരമ്പരയിലാണ് താരത്തിൻ്റെ നേട്ടം. 110 പന്തിൽ 6 4-ഉം 2 6-ഉം അടക്കമാണ് സഞ്ജു ഈ സെഞ്ചുറി തികച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 108 റൺസ്, 114 പന്തിൽ നിന്ന് 108 റൺസുമായി സഞ്ജു സാംസൺ പുറത്തായി എന്ന ഒരു
നിരാശ കൂടി ഈ നിമിഷം പങ്കുവെക്കേണ്ടതുണ്ട്. എന്തായാലും ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ വിമർശകരുടെ വാ അടപ്പിക്കുന്ന ഒരു ഇന്നിങ്സ് കൂടിയായി ഇന്നത്തെ സഞ്ജുവിന്റെ ഇന്നിങ്സ് മാറി എന്നതാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിന് ആദ്യ മത്സരത്തിൽ ബാറ്റിംഗ് ഇറങ്ങാൻ സാധിച്ചില്ല. രണ്ടാം മത്സരത്തിൽ സഞ്ജു സാംസൺ നിരാശപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം താരത്തിന് നേരെ ഉയർന്നിരുന്നു. ഇന്ന് ഒരുപക്ഷെ ടീമിൽ കളിപ്പിച്ചേക്കില്ല, അല്ലെങ്കിൽ ടീമിൽ നിന്ന് ഒഴിവാക്കിയേക്കും എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും സഞ്ജു സാംസണ് ഒരു അവസരം കൂടി ടീം നൽകുന്നു. അത് കൃത്യമായി വിനിയോഗിക്കുന്നു. ഒരു മികച്ച ഇന്നിങ്സ് തന്നെ താരം കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. തുടക്കത്തിൽ ടോസ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ഏതായാലും സഞ്ജു സാംസണ് സെഞ്ചുറി നേട്ടം എന്നുള്ളത് അത് പ്രധാനപ്പെട്ടതുമാണ്, അഭിമാനകരമായ നേട്ടവുമാണ്. കൂടുതൽ വാർത്തകളൊക്കെ ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. കോൺഗ്രസ് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി ഉടൻ തന്നെ നിലവിൽ വരും എന്ന് KC വേണുഗോപാൽ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. നെടുമങ്ങാട് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം എന്നിങ്ങനെ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. പൊതുജനം കരുതിയുള്ള എന്ന പരിപാടി ഇതോടെ പൂർത്തിയാവുകയാണ്. ഈ പരിപാടി വീണ്ടും നാളെ രാത്രി 7 മണിക്ക് കാണാം. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് പ്രതിനിധി കണ്ടെത്തും. നമസ്കാരം.